സ്നേഹമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം സ്ലോയന ടീച്ചർ. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ലഞ്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് ഉച്ചയ്ക്ക് ലഞ്ച് ഉണ്ടാക്കാൻ എത്ര സമയം വേണ്ടി വരും, എത്ര ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും? ഒരു കറി രാവിലെ ഉണ്ടാക്കി തുടങ്ങിയാൽ ഉച്ച വരെ ഉണ്ടാക്കുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെ എളുപ്പത്തിൽ ലഞ്ച് ഉണ്ടാക്കാമെന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. പിന്നെ ഇതിലെന്താ ചെയ്യാൻ ഉണ്ടാക്കാൻ പോകുന്നത്? പപ്പക്കായ അരിഞ്ഞിട്ടുണ്ട്. പപ്പക്കായ കൊണ്ട് ഒരു കൂട്ടാൻ വയ്ക്കുന്നുണ്ട്. ഒരു വെള്ളരിക്ക അരിഞ്ഞിട്ടുണ്ട്. ഒരു മാമ്പഴമുണ്ട്. വെള്ളരിക്ക മാമ്പഴം മാമ്പഴ പുളിശ്ശേരി വെക്കണു. ഇത് പപ്പക്കായ അരിയണു കണ്ടോ. ഇത് പപ്പക്കായ അരിയണം. പപ്പക്കായ അരിഞ്ഞു, ഇത് അരിഞ്ഞു വെച്ചു. ഇനി നെക്സ്റ്റ് നോക്കൂ. ഇനി നമ്മുടെ വെള്ളരിക്കയും മാങ്ങയും മാമ്പഴം കൂടിയിട്ടുള്ള കൂട്ടാനാട്ടോ. വെള്ളരിക്ക മാങ്ങ സ്പെഷ്യൽ കൂട്ടാനാണ്. വിഷുവിൻ്റെ മാമ്പഴ പുളിശ്ശേരി ഞാൻ ഉണ്ടാക്കണത്. ഇത് അരിയണം. അതെല്ലാം മാങ്ങ കഴുകി, പഴുത്ത മാങ്ങ കഴുകിയിട്ട് നോക്കും, അതിൻ്റെ തൊലി കളഞ്ഞു, അങ്ങനെ വെച്ചു. മാമ്പഴവും വെള്ളരിക്കയും കൂടിയിട്ടുള്ള കൂട്ടാനാണ് കേട്ടോ. ഇത് 3 മാങ്ങയേ ഉള്ളൂ, അത് കാരണം. ഇനി നെക്സ്റ്റ് നോക്കൂ. അതിൽ വെള്ളം ഒഴിച്ചു, മഞ്ഞൾപ്പൊടി ഇട്ടു, മുളക് പൊടി ഇട്ടു, എന്നിട്ട് ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചു. ചീഞ്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കൊപ്പക്കായ വറക്കാൻ വേണ്ടി ഇടും കേട്ടോ. എണ്ണ ഒഴിക്കണം. ഇതിപ്പോൾ വെള്ളരിക്കയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ട് ഇത് വെച്ചു. അതിൻ്റെ കൂടെ മാമ്പഴം ഇട്ടു. അത് തിളക്കട്ടെ ഇരുന്ന്. അത് ആ പാത്രത്തിൽ ഇരുന്ന് കലാവട്ടെ. ചീഞ്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി പപ്പക്കായ ഇട്ട് വറക്കണം. പപ്പക്കായ കഴുകി ഒലർത്തിയത്, അതായത് വെള്ളം തോർക്കൊന്നും വേണ്ട, വെച്ചാൽ മതി. വെള്ളം പാടില്ല, പൊട്ടിത്തെറിക്കലോ. അതിട്ട് ചീഞ്ചട്ടിയിലിട്ട് ഇളക്കുക. ഇനി കുറച്ച് ഉപ്പും കൂടി ഇടാം. ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഒരു നുള്ളു നാളികേരം. ഇപ്പോൾ മാമ്പഴ പുളിശ്ശേരിയുടെ കാര്യം നോക്കാം കേട്ടോ. മിക്സിയിൽ നാളികേരം എടുത്തു, ജീരകം എടുത്തു, കുറച്ച് നാളികേരം മതി. തൈര് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ച് ഒഴിക്കുക. കുറച്ച് ഒഴിക്കണ്ട കേട്ടോ. കുറച്ച് തൈര് ഒഴിച്ചു. അധികമൊന്നും വേണ്ട, കുറച്ച് തൈര് ഒഴിച്ചു. അത് കഴിഞ്ഞ് നമുക്കത് അരയ്ക്കാം. വെള്ളത്തിന് പകരം തൈരാണ് ചേർക്കണത്, അതിൽ വെള്ളം ചേർക്കണില്ല. വെള്ളരിക്കും മാങ്ങി വെന്തുകൊണ്ടിരിക്കണം. നല്ലോണം വേവുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിനൊരു 5 മിനിറ്റ് എടുക്കും, അത്രേ ഉള്ളൂ കേട്ടോ. കൊപ്പക്കായ വറുത്തുകൊണ്ടിരിക്കണു. എണ്ണ ഒഴിച്ച് വറുക്കുക. എണ്ണ ഒഴിച്ച് നല്ലെണ്ണയോ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണ ഏത് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ നിറം മാറി വരും. അതിൻ്റെ സ്വാദ് എന്താ മാറുക നോക്കിക്കോളൂ കേട്ടോ. ഇനി കാണിച്ചു തരാം ഞാൻ. ഒരു ഉള്ളിയും കുറച്ച് നാളികേരം കൂടി നമുക്ക് വറക്കണം. എന്തിനാണ് വറക്കണമെന്ന് വെച്ചെങ്കിൽ മസാലക്കറി അല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് വറുത്തരച്ച് മുളക് മല്ലിപ്പൊടിയൊക്കെ വറുത്തിട്ട് വേണം അരയ്ക്കാൻ. മസാലക്കറി ആയ കാരണമാണ് കേട്ടോ. അധികം മസാലയൊന്നും ചേർക്കണില്ല. പപ്പക്കായ വറുത്തരച്ചത് എന്നാണ് പറയുക കേട്ടോ. അതിന് പപ്പക്കായ വറുത്തരച്ചത് വെച്ച് വറുക്കുക. നാളികേരം വറുത്തത് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ വളരെ സുഖമാണ്. ഇതിനാണ് നാളികേരമൊക്കെ വറുത്ത് വയ്ക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ചെയ്യണില്ല. നാളികേരമൊക്കെ വറുത്ത് വെച്ചാൽ വളരെ ഈസിയാണ്. ഇതാ പപ്പക്കായ നിറം മാറി തുടങ്ങി, മുഴുവനായിട്ടില്ല, നല്ലോണം വറക്കണം. അതപ്പോൾ ശരിക്ക് ചിക്കനോ മട്ടനോ തിന്നണ ടേസ്റ്റ് വരും കേട്ടോ. ഭയങ്കര സ്വാദാണ്. എനിക്കറിയില്ല ചിക്കൻ്റെ ടേസ്റ്റ്, പക്ഷേ ഞാൻ പറയണു. നാളികേരം ചുമക്ക വറക്കണം. ഇവിടെ മാമ്പഴ കൂട്ടാനിൽ ഉപ്പിട്ടു. ഒരു ലേശം മധുരം വേണമെങ്കിൽ ഇടാം, മധുരം വേണ്ട ഇപ്പം ചേർക്കണ്ട, പിന്നെ ചേർക്കാം. ശർക്കര ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല. ഒരു ലേശം പഞ്ചസാര ചേർത്താലും മതി. നല്ല പോലെ ഇളകട്ടെ. പപ്പക്കായ ഇനിയും ആയിട്ടില്ല, ഒന്നും കൂടി അത് വഴന്ന് വരണം. അതിനൊരു 5-10 മിനിറ്റ് എടുക്കും പപ്പക്കായ്ക്ക്. അതിന് വഴന്ന് കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ പണി എളുപ്പാട്ടോ. മാമ്പഴം വെള്ളം വറ്റി. ഇനി മാമ്പഴത്തിൽ നാളികേരം ഒഴിക്കാൻ പോകട്ടോ. നാളികേരും ജീരകവും തൈരും കൂടി അരച്ച് ഒഴിക്കണം. അതിലൊരു ലേശം വെള്ളം ഒഴിച്ച് കലക്കി ഒഴിക്കാം. ലേശം വെള്ളം, അധികം വെള്ളം ഒഴിക്കരുത് കേട്ടോ. മാമ്പഴ പുളിശ്ശേരിയുടെ സ്വാദ് പോവും. ഉള്ളി ഗുഡ്. ഇനി ഇളക്കുക. എന്നിട്ട് ഇളക്കുക. എന്നിട്ട് സ്വാദ് നോക്കുക കേട്ടോ. ടേസ്റ്റ് നോക്കണം, അപ്പോഴേ അറിയുള്ളൂ. നല്ലോണം ഇളക്കണം. നല്ലോണം ഇളക്കിയിട്ട് എന്ത് ചെയ്യണു, അത് ഉപ്പുണ്ടോ നോക്കൂ. ഉപ്പുണ്ടോയെന്ന് നോക്കണം. അത് കാരണം കൊണ്ടാണ് ഞാൻ നോക്കണത് കേട്ടോ.
ഉപ്പ് ഇത്തിരി കുറവാട്ടാ. അപ്പോൾ ഒരു തരി കൂടി ഇട്ടേ, ഒരു തരി ഉപ്പും കൂടി ഇട്ടേ. ഇട്ടു 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 എന്നിട്ട് ഇളക്കട്ടെ. മാമ്പഴ പുളിശ്ശേരി തയ്യാറായി. ഇനി അതിൽ കടുക് വറുത്തിടുക വേണ്ടു കേട്ടോ. കടുക്, ഉലുവ, മിളക്, കറിവേപ്പില, ഉപ്പ് പാകത്തിനായി. ഞാൻ പാത്രം വയ്ക്കൂ, കരണ്ടി വയ്ക്കുക. കരണ്ടിയിൽ ഇതാ നോക്കൂ, ഉലുവിട്ടു, കടുകിട്ടു, മുളക് ചുമന്നത് ഇടുക. അത് കഴിഞ്ഞ് എണ്ണ ഒഴിക്കുക. ഞാൻ എണ്ണ ഒഴിക്കാത്ത എന്താണെന്ന് അതിൽ വെള്ളമുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. എണ്ണ ഒഴിച്ചാൽ പൊട്ടിത്തെറിക്കും. ഇതാ കടുകിട്ടു, ചുവന്ന മുളകിട്ടു. ചുവന്ന മുളക് ഇട്ടിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോഴേക്കും അതിൻ്റെ ആ വെള്ളം തീരും. ഒരു മുളക് പൊട്ടിച്ചിട്ടു കേട്ടോ. ഇതാ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് തെറിക്കണം. വെളിച്ചെണ്ണ ഒഴിക്കുക. കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ. കടുക് വറുത്തിടാനല്ലേ. ഇനി അത് തെറിച്ചതിന് ശേഷം മാത്രം നമുക്ക് മാമ്പഴം കൂട്ടാം. ഇതാ ഒരു ലേശം പഞ്ചസാര. ഞാൻ പഞ്ചസാര ഇടണം, ഒരു ലേശം, ഒരു നുള്ള്. എല്ലാ കറികളും അല്ലാണ്ട് കൂടുതൽ മധുരം ചേർത്തിട്ടില്ല ഈ മാമ്പഴം കൂട്ടാത്തിൽ. എന്താ കാരണം വെച്ചെങ്കിൽ മാമ്പഴത്തിന് നല്ല മധുരം ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ശർക്കര ചേർക്കണമെങ്കിൽ അത് ശർക്കര ചേർത്ത് വേവിക്കണം. ഇതിപ്പോൾ ശർക്കര ഞാൻ ചേർത്തില്ല, ഇന്ന് സ്പെഷ്യലാണ്, വെള്ളരിക്കുള്ള കാരണേ. ഇതാ കടുക് മൂത്തു, അതിലൊഴിച്ചു. ഇനി അത് അടച്ച് വയ്ക്കുക. വിളക്കിൽ പിന്നെ മതി, അത് അടച്ച് വയ്ക്കുക കേട്ടോ. മാമ്പഴ പുളിശ്ശേരി റെഡി. 5 മിനിറ്റാണ് മാമ്പഴ പുളിശ്ശേരി. 5 മിനിറ്റ് അത് വേവെടുക്കും. ഇതാ അതിനിടയിൽ കൊപ്പക്കായ നല്ലോണം വെന്തു. ഇതാ അത് പ്ലേറ്റിൽ വാങ്ങിയിടണു. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള മുളകും മല്ലിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. മുളകും മല്ലിയും വറക്കണില്ല, മുളക് പൊടി മല്ലിപ്പൊടിയാണ് ചേർക്കണത്. ഇത് നാളികേരം ഉള്ളി വറുത്ത് വെച്ചിട്ട് അത് മിക്സിയിലിട്ടു കേട്ടോ. ഇനി അത് അരച്ചെടുക്കണം. അതിൻ്റെ കൂടെ മുളക് പൊടി മല്ലിപ്പൊടി അരയണം. അതൊന്ന് ചൂടാക്കണം. തുള്ളി എണ്ണ ഒഴിച്ചു. അതിൽതാ മല്ലിപ്പൊടി ഇട്ടു 1 ടീസ്പൂണ്. ഇനി മുളക് പൊടി ഇടുക. മുളക് പൊടി ഒരു ടീസ്പൂണിൽ ഇത്തിരി കൂടുതലിട്ടോളൂ, അധികം എരിവൊന്നും വേണ്ട. അതൊന്ന് ചൂടാകുമ്പോൾ ചൂടാറിയിട്ട് നമുക്ക് മിക്സിയിൽ ഒഴിച്ചിട്ട് അരയ്ക്കാം കേട്ടോ. ആ പച്ചച്ചോയ മാറട്ടെ. മറ്റേ ചീച്ചട്ടിയിൽ ഇതാ നാളികേരം വറുത്ത ചീച്ചട്ടിയിൽ ഇതാ പപ്പക്കായ ഇട്ടു. ഇനി വെള്ളം ഒഴിക്കും. വെള്ളം ഒഴിക്കണം. എന്താ കാരണം, അത് വേവണ്ടേ, കിടന്ന് വേവട്ടെ. ചിക്കനല്ലേ, ചിക്കൻ വേവണ്ടേ നല്ല പോലെ. അതിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. അതവിടെ വേവാൻ വേണ്ടി കിടക്കട്ടെ. അടച്ച് വെക്കുക കേട്ടോ. വേണമെങ്കിൽ ഇത് പപ്പടം കാച്ചിടും അതിൻ്റെ ഇടയിൽ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ആ പപ്പടം കാച്ചി എടുത്താൽ നമുക്ക് ആ എണ്ണ ആ പപ്പക്കായ കൂട്ടാലിൽ മൂപ്പിക്കാനിട്ടില്ല. നാളികേരം, മല്ലി, മുളക്, അതുപോലെയൊക്കെ പെരുംജീരകം, ഉള്ളിയൊക്കെ കൂടി അരച്ചത് മസാല കേട്ടോ. കൂട്ടാലേ ഈ പപ്പടം കാച്ചിയ എണ്ണ വെളിച്ചാകണ്ട കേട്ടോ. അതിന് കുറച്ച് ഇത് കഴിക്കണം. വേണമെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ല. ഞാൻ ഇടുമ്പോൾ ഒന്നും കൂടെ സ്വാദാക്കാം. ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും ഇടാം. ഒരു പച്ചമുളക്, ഒറ്റ പച്ചമുളക് ഇട്ടാണ് ഒരു തിളക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല മണം, ഉഗ്രം മണം, നല്ല ചിക്കൻ വറുത്തരച്ച് മണം വരുന്നുണ്ട്. ഇതാ കറി തയ്യാറായി. നോക്കൂ, ഇത് അതിലെടുത്ത് കേട്ടോ. ഉള്ളി മൂപ്പിച്ചിട്ട് നല്ല മസാലക്കറിയുടെ മണം. അതുപോലെ ചിക്കൻ കറിയാണെന്ന് വിചാരിക്കും, പക്ഷേ ചിക്കൻ നല്ല പപ്പക്കായ വഴറ്റി കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ്. അത് ഇതിലേക്ക് തരുന്നതാണ്. നല്ല മണം കേട്ടോ, നല്ല മണം, വളരെ നല്ല മണം അല്ലേ. മാമ്പഴ പുളിശ്ശേരി നോക്കൂ, അത് മറന്നുപോയി ഞാൻ. ഇതാ മാമ്പഴ പുളിശ്ശേരി, മാമ്പഴം, ഇതേ ഉപ്പക്കായ വറുത്തരച്ചത്, പിന്നെ ഇതാ മാങ്ങ ചമ്മന്തി, പപ്പടം,
കല്യാണ വീട്ടിലെ സ്പെഷ്യൽ അച്ചാർ, ഈ അച്ചാർ, പപ്പട, ചോറ്, എല്ലാം ലഞ്ച് എൻ്റെ തയ്യാറായി. ഇനി ഞാൻ ലഞ്ച് വിളമ്പട്ടെ കേട്ടോ, എന്നിട്ട് കാണിച്ചു തരാം.